നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം രാജ്യത്തെ തോൽവിയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടവർക്ക് ഫീൽഡ് മാർഷൽ പദവി കൊടുക്കുന്ന അധപ്പതിച്ച രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അല്ലെങ്കിൽ പിന്നെ തോറ്റവൻ എങ്ങനെയാണ് ഫീൽഡ് മാർഷൽ പദവി കിട്ടുന്നത് എന്ന് അസിം മുനീറിനെ ചൂണ്ടി ഇന്ത്യയുടെ നല്ല ഒന്നാം തരം മറുപടി. പണ്ടൊക്കെ പാടത്ത് പിള്ളേര് ക്രിക്കറ്റ് കളിക്കുമല്ലോ, അതിൽ ഔട്ടായാലും ചിലര് സമ്മതിക്കില്ല. എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പാണ് ജയിച്ചത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. ആ ഏർപ്പാടാണ് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയിൽ നിന്ന് നെറുകും തല പിളർക്കുന്ന അടിയാണ് പാകിസ്ഥാന് കിട്ടിയത്. ഒടുവിൽ കരഞ്ഞ് കാല് പിടിച്ച് വെടിനിർത്തലിന് വേണ്ടി യാചിച്ചു. ഇന്ത്യ അതിന് തയ്യാറായപ്പോൾ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ചെയ്തത് ഉള്ള വാഹനങ്ങളിലെല്ലാം മൈക്കും കെട്ടിവെച്ച് നാലാ ദിക്കിലേക്കും പോയി നമ്മൾ ഇന്ത്യയെ പരാജയപ്പെടുത്തിയേ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കലായിരുന്നു. എന്നാൽ ഇന്ത്യ ഇതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല. കാരണം പാകിസ്ഥാന്റെ ഇമാതിരിയുള്ള തൊട്ടിത്തരങ്ങൾ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ലോകത്തിനു മുന്നിൽ കൊടുക്കേണ്ട തെളിവുകളെല്ലാം ഇന്ത്യ കൊടുത്തതുമാണ്. ഇപ്പോൾ ഫീൽഡ് മാർഷൽ പദവി അലങ്കരിക്കുന്ന അസിം മുനീർ താൻ എന്തോ രാജ്യത്തെ തന്റെ ഉള്ളം കൈയിൽ സംരക്ഷിച്ച പോലുള്ള ഒരു തലയെടുപ്പോടെയാണ് നടക്കുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് ഈ പറയുന്ന അസിം മുനീറിനും അറിയാം. ഇന്ത്യയോട് നാണം കെട്ട് നിൽക്കുകയാണ്. അതിന്റെ കലിപ്പിൽ വീണ്ടും ഭീകരരെ കശ്മീരിലേക്ക് നുഴഞ്ഞു കയറ്റി വിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഈ തൊട്ടിത്തരങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഇന്ത്യൻ പുലിക്കുട്ടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പാക് ഭരണകൂടവും പാകിസ്ഥാൻ സൈന്യവും നടത്തുന്ന അവകാശവാദങ്ങളെ പരിഹസിച്ച് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്ത്. യുദ്ധത്തിൽ ജയിച്ചോ തോറ്റോ എന്ന് പാകിസ്ഥാന് പോലും ഉറപ്പില്ലെന്നും പാക് മേധാവിക്ക് ഫീൽഡ് മാർഷൽ മേധാവി പദവി ലഭിച്ചത് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്കറിയാവുന്ന ഏക വിവരമെന്നും ദ്വിവേദി പരിഹസിച്ചു. പാക് ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള പാക് ഭരണകൂടത്തിന്റെ ഒരു നീക്കം മാത്രമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാകിസ്ഥാനിയോട് നിങ്ങൾ തോറ്റോ അതോ ജയിച്ചോ എന്ന് ചോദിച്ചു നോക്കൂ. അവർ ഞങ്ങളുടെ മേധാവി ഫീൽഡ് മാർഷലായി ഞങ്ങൾ ജയിച്ചിട്ടുണ്ടാകണമെന്ന് പറയും എന്നായിരുന്നു കരസേനാ മേധാവിയുടെ വാക്കുകൾ. യുദ്ധത്തിൽ ജയിച്ചോ തോറ്റോ എന്ന് പാകിസ്ഥാന് ഒരു ഉറപ്പുമില്ല, എന്നാലും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ ഇന്ത്യയെ അങ്ങ് തോൽപ്പിച്ചു എന്ന്. പരമ്പരാഗതമായ ദൗത്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു ഇന്ത്യയുടെ സിന്ദൂർ ഓപ്പറേഷൻ എന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ശത്രുക്കളുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് സൈന്യത്തിന് ഉറപ്പില്ലാത്തതിനാൽ അതൊരു ചതുരംഗ കളി പോലെ ആയിരുന്നുവെന്നും ഒടുവിൽ ചെക്ക്മേറ്റ് നൽകി പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയം ഉറപ്പാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന ഭീഷണിക്കിടയിലും നമ്മൾ ശത്രുക്കളെ കൊല്ലാൻ ഇറങ്ങുകയായിരുന്നുവെന്നും അതാണ് ജീവിതമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെസ്സിനോടാണ് കരസേനാ മേധാവി ഇന്ത്യ പാക് സംഘർഷത്തെ ഉപമിച്ചത്. അവർ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കോ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവർക്കോ അറിയില്ലായിരുന്നു. ഇതിനെയാണ് ഗ്രേ സോൺ എന്ന് വിളിക്കുന്നത്. ഗ്രേ സോൺ എന്നാൽ പരമ്പരാഗതമായ യുദ്ധമുറകളല്ല ഞങ്ങൾ ഉപയോഗിച്ചത് എന്നർത്ഥം. പരമ്പരാഗത യുദ്ധത്തിന് തൊട്ടു മുന്നിലുള്ള നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ ചെസ് കളത്തിലെ നീക്കങ്ങൾ നടത്തി. ശത്രുവും അത് തന്നെ ചെയ്തു. ഒരിടത്ത് ഞങ്ങൾ അവരെ ചെക്ക്മേറ്റ് ചെയ്യുകയും മറ്റൊരിടത്ത് ഞങ്ങളുടെ സ്വന്തം ജീവൻ പണയം വെച്ച് അവരെ ഇല്ലാതാക്കുകയും ചെയ്തുവെന്നും കരസേനാ മേധാവി കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിനായി രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ എന്നായിരുന്നു രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളോട് പറഞ്ഞതെന്നും ഉപേന്ദ്ര ദ്വിവേദി ചൂണ്ടിക്കാട്ടി. വ്യോമസേനാ മേധാവി AP സിംഗിന്റെ പ്രസ്താവനയോട് യോജിച്ചായിരുന്നു കരസേനാ മേധാവിയുടെയും പ്രതികരണം. പഹൽഗാമിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-ന് 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ സൈനിക മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയും 100-ലേറെ തീവ്രവാദികളെ വധിക്കുകയും ചെയ്തിരുന്നു. മെയ് 7-ന് അർദ്ധരാത്രിയിൽ തുടങ്ങിയ സൈനിക നടപടി 4 ദിവസത്തോളമാണ് നീണ്ടുനിന്നത്. ഇതിൽ പാകിസ്ഥാനെ തവിട് പൊടിയാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒടുവിൽ കരഞ്ഞ് നിലവിളിക്കുന്ന പാകിസ്ഥാനെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലും മറ്റ് ആയുധ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ഇന്ത്യ കയറി ആക്രമണം നടത്തിയിരുന്നു. റാവൽപിണ്ടിയിൽ വിളയാടുകയായിരുന്നു ഇന്ത്യൻ സൈന്യം. റാവൽപിണ്ടിയിലാണ് ഈ പറയുന്ന പാക് സൈന്യത്തിന്റെ ആസ്ഥാന കേന്ദ്രമുള്ളത്. അവിടെ കയറി ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു. ഇതോടെയാണ് അസിം മുനീർ ഓടി ബങ്കറിൽ ഒളിച്ചത്. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും മാളത്തിൽ ഒളിക്കേണ്ട ഗതി വന്നിരുന്നു. എന്തായാലും അതിനുശേഷം ഫീൽഡ് മാർഷൽ പദവിയാണ് അസിം മുനീറിന് കിട്ടിയത്.
അത് അസിം മുനീർ ചോദിച്ചു മേടിച്ചതാണ് എന്നുള്ള ഒരു വിമർശനം പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അതായത് നമുക്കറിയാം, പാകിസ്ഥാനിൽ പാക് ഭരണകൂടത്തിന് വലിയ റോളൊന്നുമില്ല. പട്ടാളം എന്താണോ പറയുന്നത് അതേ അവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ യുദ്ധം നമ്മൾ ജയിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി അസിം മുനീറിന് ഒരു സ്ഥാനക്കയറ്റം കൊടുക്കണം, ഫീൽഡ് മാർഷൽ പദവി കൊടുക്കണം. എന്നാലേ നമ്മൾ ജയിച്ചു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയൂ, അവരുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയൂ എന്നുള്ള കാര്യം അസിം മുനീറിനും അറിയാവുന്നത് കൊണ്ട് സ്വയം എടുത്ത് അങ്ങ് കിരീടം അണിയുകയായിരുന്നു ഫീൽഡ് മാർഷൽ. എന്ത് കാര്യത്തിനാണോ എന്തോ, സ്വന്തം രാജ്യത്തെ തോൽപ്പിച്ചതിനൊക്കെ അവാർഡ് കൊടുക്കുന്ന ഒരേ ഒരു രാജ്യം ഈ പറയുന്ന പാകിസ്ഥാൻ തന്നെയായിരിക്കും. ഇവന്മാർക്ക് നട്ടപ്രാന്താണെന്നാണ് ഇവിടെ ഇന്ത്യക്കാർ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയോട് കളിച്ചാൽ എന്തായിരിക്കും സ്ഥിതിയെന്നും വരാൻ പോകുന്ന ഗതി എന്താണെന്നും പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം സൈനിക നടപടികൾ ഒന്നും തന്നെ പാകിസ്ഥാൻ നടത്തിയിട്ടില്ല. പക്ഷേ പകരം ഭീകരവാദികളെ കയറ്റി വിടുന്നുമുണ്ട്, ഇന്ത്യൻ സൈന്യം അവരെ കൊന്നൊടുക്കുന്നുമുണ്ട്. സൈനിക നടപടി കൂടാതെ മറ്റൊരടിയും കൂടി പാകിസ്ഥാന് ഇന്ത്യ കൊടുത്തിരുന്നു. അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തത്തിൽ കൈവയ്ക്കുന്നതിന് തുല്യമാണ്. കാരണം തൊള്ളയ്ക്ക് താഴോട്ട് വെള്ളം ഇറങ്ങണമെങ്കിൽ സിന്ധു നദി പൂർണ്ണമായി അങ്ങ് ഒഴുകണം. പക്ഷെ അവിടെയാണ് ഇന്ത്യ കയറി തട കെട്ടിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകരവാദ മുഖം മാറ്റിയില്ലെങ്കിൽ വെള്ളം കിട്ടാതെ ചാകും എന്ന് ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട്.